സമയപരിധിക്ക് മുന്നോടിയായി ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കാൻ US സെനറ്റിൽ റിപ്പബ്ലിക്കന്മാർ ശ്രമിക്കവേ അമേരിക്കയിൽ പ്രതിഷേധം ശക്തം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബജറ്റ് ബിൽ ഏകദേശം 1.2 കോടി അമേരിക്കക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതാക്കും. ദേശീയ കടം $3.3 ലക്ഷം കോടി വർദ്ധിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ആരോഗ്യ സംരക്ഷണ ഫണ്ടിൽ $1,00,000 കോടി വെട്ടിക്കുറവുണ്ടാകുമെന്ന നിഷ്പക്ഷ ഫെഡറൽ ഏജൻസിയായ കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസിൽ നിന്നുള്ള വിലയിരുത്തൽ ബിൽ പാസാക്കാനുള്ള റിപ്പബ്ലിക്കൻ ശ്രമങ്ങളെ സങ്കീർണമാക്കും. പ്രായമായവരും ഭിന്നശേഷിക്കാരും താഴ്ന്ന വരുമാനക്കാരും ആശ്രയിക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ മെഡിക് എയ്ഡിന്റെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് വലിയ രാഷ്ട്രീയ വിഷയമായി ഡെമോക്രാറ്റുകൾ ഉയർത്തി. ബിൽ ചർച്ചയ്ക്കെടുക്കാൻ തീരുമാനിച്ചത് 51-49 എന്ന നേരിയ ഭൂരിപക്ഷത്തിലാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 2 അംഗങ്ങളും നിലപാടിനെതിരെ സെനറ്റിൽ വോട്ട് ചെയ്തു. സെനറ്റിൽ പാസ്സായാൽ ബിൽ അന്തിമ അംഗീകാരത്തിനായി ജനപ്രതിനിധി സഭയിലേക്ക് അയക്കും. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിക്കുന്ന ഈ ബജറ്റ് ബിൽ അമേരിക്കയുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ മാറ്റങ്ങൾ ആർക്ക് ഗുണകരമാകും, ആർക്ക് ദോഷകരമാകും എന്നതിനെക്കുറിച്ചാണ് രാജ്യവ്യാപകമായി ചർച്ചകളും പ്രതിഷേധങ്ങളും നടക്കുന്നത്. ബില്ലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഒബാമ കെയർ റദ്ദാക്കി ആരോഗ്യ ഇൻഷുറൻസ് ചെലവ് കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നതാണ്. എന്നാൽ CBIയുടെ വിലയിരുത്തലുകൾ ഇതിന് വിപരീതമായ ചിത്രമാണ് നൽകുന്നത്. 1.2 കോടി ജനങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നഷ്ടമാകുമെന്ന കണക്കുകൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമെന്നാണ് സാമൂഹിക പ്രവർത്തകരും ഡെമോക്രാറ്റുകളും വാദിക്കുന്നത്. മെഡിക്കെയ്ഡ് പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് അമേരിക്കക്കാരുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും രോഗാവസ്ഥയിലുള്ളവരും ഭിന്നശേഷിക്കാരും പ്രായമായവരുമാണ് ഈ പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ. മെഡിക്കെയ്ഡിന്റെ ഫണ്ടിൽ വരുത്തുന്ന വെട്ടിക്കുറവ് ഈ വിഭാഗം ജനങ്ങളുടെ ചികിത്സയെയും ജീവിത നിലവാരത്തെയും ഗുരുതരമായി ബാധിക്കും. ഇത് അമേരിക്കൻ സമൂഹത്തിലെ സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിക്കുന്നുമെന്നും ആരോഗ്യ പരിരക്ഷ ധനികർക്ക് മാത്രമായി ചുരുങ്ങുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു വികസിത രാജ്യത്ത്, പ്രത്യേകിച്ച് സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് പൗരന്മാർക്ക് അടിസ്ഥാന ആരോഗ്യ പരിരക്ഷ പോലും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ആശങ്കാജനകമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ബിൽ പാസാക്കാൻ സെനറ്റിൽ 50 വോട്ടുകളാണ് ആവശ്യം. നിലവിൽ 52 റിപ്പബ്ലിക്കൻ സെനറ്റർമാരുള്ളതിനാൽ 2 പേർ എതിർത്ത് വോട്ട് ചെയ്താലും ബിൽ പാസാക്കാൻ അവർക്ക് കഴിഞ്ഞേക്കും. എന്നാൽ 2 റിപ്പബ്ലിക്കൻ സെനറ്റർമാർ ഇതിനോടകം തന്നെ ട്രംപിന്റെ നിലപാടിനെതിരെ വോട്ട് ചെയ്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ ബില്ലിനെ എതിർക്കാനുള്ള സാധ്യത തുറന്നിടുന്നു. പാർട്ടിക്കുള്ള ഈ ഭിന്നത ബില്ലിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുകയാണ്. പല റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്കും തങ്ങളുടെ സംസ്ഥാനങ്ങളിലെ ജനങ്ങളിൽ നിന്ന് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുണ്ട്. ബില്ലിനെ പിന്തുണച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയും അവർക്കുണ്ട്. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നതിനപ്പുറം ഇത് അമേരിക്കയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു നിയമനിർമ്മാണമാണ്. ആരോഗ്യ പരിരക്ഷ എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒബാമ കെയർ നടപ്പിലാക്കിയത്. ഇതിനെ റദ്ദാക്കി പുതിയ ബിൽ കൊണ്ടുവരുമ്പോൾ അത് നിലവിലുള്ളതിനേക്കാൾ മികച്ചതും കൂടുതൽ ആളുകൾക്ക് പ്രയോജനകരവുമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ CBO റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ്. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് അടിയന്തര ചികിത്സ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായേക്കാം. ഇത് ആശുപത്രികൾക്ക് സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുകയും ആരോഗ്യമേഖലയെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. ഡെമോക്രാറ്റുകൾ ഈ ബില്ലിനെതിരെ ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്. രാജ്യവ്യാപകമായി റാലികളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്നു. സാധാരണ ജനങ്ങളും ആരോഗ്യ പ്രവർത്തകരും ബില്ലിനെതിരെ തെരുവിലിറങ്ങുന്നു. ട്രംപിന്റെ നയങ്ങൾ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ പ്രതിഷേധങ്ങൾക്ക് റിപ്പബ്ലിക്കൻ സെനറ്റർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കും. കൂടാതെ ഈ ബില്ല് ദേശീയഘടത്തിൽ ഉണ്ടാക്കുന്ന വർധനവ് അമേരിക്കയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നുണ്ട്. 3.3 ലക്ഷം കോടി വർധനവ് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിക്കും. ഇത് ഭാവിയിൽ നികുതി വർധനവിനോ മറ്റ് സാമ്പത്തിക ഞെരുക്കങ്ങൾക്കോ വഴിവെച്ചേക്കാം. ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ പൊതുജനാരോഗ്യത്തെയും ബാധിക്കും. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾക്കും ഫണ്ട് കുറയുന്നത് പകർച്ചവ്യാധികൾ പോലുള്ള സാഹചര്യങ്ങളിൽ രാജ്യത്തെ ദുർബലമാക്കും. ജനപ്രതിനിധി സഭയിൽ ബില്ലിന് എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ്
അമേരിക്കൻ ജനത. സെനറ്റിൽ ബിൽ പാസ്സായാൽ പോലും ജനപ്രതിനിധി സഭയിൽ അതിനെതിരെ ശക്തമായ പ്രതിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡെമോക്രാറ്റുകൾക്ക് ജനപ്രതിനിധി സഭയിൽ കാര്യമായ സ്വാധീനമുണ്ടെന്നതും ഒരു പ്രധാന ഘടകമാണ്. ബില്ലിന്റെ ഓരോ ഘട്ടവും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇത് കേവലം ഒരു ബഡ്ജറ്റ് ബിൽ എന്നതിലുപരി അമേരിക്കയുടെ ഭാവി ആരോഗ്യ സംരക്ഷണ നയങ്ങളെയും സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളെയും നിർവചിക്കുന്ന ഒന്നായി മാറും. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ പലപ്പോഴും ആഭ്യന്തരമായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഈ ബില്ലും അതിലൊന്നു മാത്രമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ബില്ല് പാസ്സാക്കാൻ സാധിച്ചാൽ പോലും അത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. വരും തിരഞ്ഞെടുപ്പുകളിൽ ഇതൊരു പ്രധാന ചർച്ചാ വിഷയമായി മാറും. ആരോഗ്യ പരിരക്ഷ ഒരു പൗരന്റെ അവകാശമാണോ അതോ ഒരു കമ്പോള വസ്തുവാണോ എന്ന അടിസ്ഥാനപരമായ ചോദ്യമാണ് ഈ ബില്ലിലൂടെ അമേരിക്കൻ ജനതയുടെ മുന്നിൽ ഉയർത്തപ്പെടുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം അവരുടെ ആരോഗ്യ ഭാവിയെയും രാജ്യത്തിന്റെ ഗതിയെയും നിർണ്ണയിക്കും.